നമസ്കാരം, എല്ലാവർക്കും ഡിസംബർ ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചല്ലേ? എല്ലാവരും സദ്യയൊക്കെ കഴിച്ചില്ലേ? സദ്യയിൽ പുളിയിഞ്ചി, ഇഞ്ചിക്കറി, അച്ചാർ അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇതിലെല്ലാം കോമൺ ആയിട്ട് ഒരാളുണ്ട് അല്ലേ, നമ്മുടെ ഇഞ്ചി. ഈ ഇഞ്ചിയെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു കറികളും ഒരു സദ്യയിലും ഇല്ല അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇഞ്ചി കറികളിലൊക്കെ ചേർക്കുന്നത്? വെറും ഒരു ഫ്ലേവറിനോ രുചിക്കോ വേണ്ടിയാണോ, അല്ലെ എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും കറിയുടെ രുചി വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ ആ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടും ഇഞ്ചി ഗുണമാകുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ ഒരു ഇഞ്ചി. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ജിഞ്ചർ ടീ ഒക്കെ കുടിക്കുന്നത് കാണാറുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇഞ്ചി ഏറ്റവും കൂടുതൽ മെറ്റബോളിക് റേറ്റ് കൂട്ടും, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കൂട്ടും. അതോടൊപ്പം അത് ഒരുപാട് കലോറി ബേൺ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് കുറയാൻ ഈ ഇഞ്ചി സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇഞ്ചി ദഹനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു ദഹനക്കേടുണ്ട്, അല്ലെങ്കിൽ വയറ്റിൽ ദഹിക്കാതെ ഫുഡ് കിടക്കുകയാണെങ്കിൽ നമ്മളൊരു കഷ്ണം ഇഞ്ചി ചതച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്ത് കുടിക്കുകയോ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ പോട്ടെ, ഒരു ഇഞ്ചി ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കും. നമ്മുടെ വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ഈ ഇഞ്ചിക്ക് നല്ലൊരു ദഹന ശക്തി കൂടെ ഉണ്ട്. ബോഡിയിലെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കുറക്കാനും ഇഞ്ചി സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ബ്ലഡ് ഷുഗർ കുറക്കുന്നതോടൊപ്പം നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഒരു ജിഞ്ചർ ടീ കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇഞ്ചി നീര് ചേർത്ത വെള്ളമായാലും മതി, അത് കുടിക്കുമ്പോൾ നമ്മുടെ മൂഡൊന്ന് മാറും, നമ്മൾ കുറച്ചുകൂടി എനർജൈസ് ആവും. നമുക്ക് അന്നത്തെ ആ ഒരു ഹോൾ ഡേ നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുകയും ചെയ്യും. ഇനി കുറേ പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ. എപ്പോഴും വയറ്റിൽ ഗ്യാസ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നുക, ഒരു ബ്ലോട്ടിങ് പോലെ തോന്നുക, എപ്പോഴും ഏമ്പക്കം വരിക, ഒരുമാതിരി പുളിച്ചു തകട്ടുന്ന പോലെ വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ ഗ്യാസ് കൊണ്ട്. ഈ പ്രശ്നങ്ങൾക്കുള്ളൊരു വളരെ നല്ലൊരു മാർഗ്ഗമാണ് ഇഞ്ചി കഴിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പറയും, ചക്ക തിന്നാൽ ചുക്ക എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ചക്ക നമ്മൾ ഒരുപാട് ഇങ്ങനെ കഴിച്ചാൽ വയറ്റിൽ ഗ്യാസ് കയറും, അത് ദഹിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ചുക്ക് എന്ന് പറയുന്നത് ഇഞ്ചിയുടെ ഡ്രൈഡ് ഫോം ആണല്ലോ. ചുക്ക് കഴിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട്. ആ സെയിം തന്നെയാണ് നമ്മുടെ ഡൈജഷൻ എളുപ്പമാക്കാനും അതോടൊപ്പം കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് എല്ലാം വളരെ എഫക്റ്റീവ്ലി അബ്സോർബ് ചെയ്യാനും ഈ ഇഞ്ചി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്കാർ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു കഷ്ണം ഇഞ്ചി നീര് വെള്ളത്തിൽ കലർത്തിയിട്ടോ അല്ലെങ്കിൽ ജിഞ്ചർ ടീ ആയിട്ടോ കുടിച്ചിട്ട് കിടക്കുന്നത് അവരുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പിറ്റേന്ന് രാവിലെ എക്സ്ക്രീഷനും അത് നല്ലൊരു മോഷനും അത് സഹായിക്കും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി ഇഞ്ചി കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തണുത്ത, നമ്മളൊരു വിൻ്റർ ഡേയ്സിലൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് ചൂടോടെ ഒരു ജിഞ്ചർ ടീ കുടിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ബോഡിയിൽ സർക്കുലേഷൻ കൂടുന്നതോടൊപ്പം ബോഡി കുറച്ചുകൂടി വാം ആവും, കുറച്ച് ടെമ്പറേച്ചർ കൂടുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഇത് സർക്കുലേഷൻ കൂട്ടുന്നത് വഴി നമ്മുടെ ബോഡി ഫങ്ഷൻസ് എല്ലാം കറക്റ്റായി നടക്കുകയും ചെയ്യും. ഇനി ഈ ഇഞ്ചി എന്ന് പറയുന്നത് ഒരു ഉഗ്രൻ പെയിൻ കില്ലറും കൂടാണ്. നമ്മൾ വെറുതെ കുറേ പെയിൻ കില്ലേഴ്സ് അടിച്ച് കയറ്റുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും ഒരു വേദന, അതൊരു ഇൻഫ്ലമേഷൻ കൊണ്ടുള്ള വേദന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം നമ്മൾ ഇഞ്ചി കഴിക്കുന്നതിലൂടെ ഒരു പരിധി വരെ നമ്മുടെ വേദന ശമിക്കും. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ നന്നായി ക്ലിയർ ചെയ്യുകയും ടോക്സിൻസിനെല്ലാം റിമൂവ് ചെയ്യുകയും ചെയ്യുന്നതും ഈ ഇഞ്ചിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തൊരു ഗുണമാണ് ഇത് സൈനസിനെയൊക്കെ ക്ലിയർ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് അലർജി പ്രശ്നങ്ങളുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൂക്കൊലിപ്പും അല്ലെങ്കിൽ മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെ ഒരുപാട് അലർജിക് സിംറ്റംസ് ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതിനൊരു വളരെ നല്ല പ്രതിവിധിയാണ് ഈ ഇഞ്ചി. രാവിലെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾക്ക്, അലർജിക്കൊക്കെ ഈ സൈനസൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ഇഞ്ചി വെച്ചിട്ട് നസ്യം ചെയ്യാം. അത് ഏതെങ്കിലും ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇത് എന്താ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇത് സൈനസ് എല്ലാം നന്നായി ക്ലിയർ ഔട്ട് ചെയ്ത് അവിടെ കെട്ടിക്കിടക്കുന്ന പഴകിയ കഫത്തിനെല്ലാം ഉരുക്കി കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അലർജി സിംറ്റംസ് എല്ലാം കുറയും ചെയ്യും. അത് വളരെ നല്ലൊരു പ്രതിവിധിയാണ്. നമ്മൾ ആയുർവേദത്തിൽ ആർദ്രക സ്വരസം, അതായത് ഇഞ്ചി നീര്, ഈ ആർദ്രക സ്വരസം വെച്ചിട്ടുള്ള നസ്യം ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര എഫക്റ്റീവാണ്. വേറൊന്നാണ് ബാഡ് ബ്രത്ത്, നമ്മുടെ വായ്നാറ്റം. ചില സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ സവാള അല്ലെങ്കിൽ ബ്രോക്കലി അങ്ങനെയുള്ള ഫുഡ് കഴിക്കുമ്പോൾ ചിലവർക്ക് ഭയങ്കരമായി വായിലൊരു പ്രത്യേക ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും, ഒന്നുകിൽ പല്ലിൻ്റെ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ അല്ലെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒക്കെ ഒരുപാട് പേർക്ക് ഈ ബാഡ് ബ്രത്ത്, ഹെൽത്തോസിസ് ഉണ്ടാവാറുണ്ട്. ഇതിനൊരു വളരെ നല്ല പ്രതിവിധിയാണ് ഈ ഇഞ്ചി. ഒന്നുകിൽ നമ്മൾ മീൽസ് കഴിച്ചതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചവച്ചരച്ച് ഇറക്കുക. ഇനി അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇഞ്ചി നീരെടുത്ത് കുറച്ച് വാം വാട്ടറിൽ, ഇളം ചൂടുവെള്ളത്തിൽ കലർത്തിയിട്ട് കുടിച്ചാലും മതി. അത് നമ്മുടെ ഗംസിനെയും പാലറ്റിനെയും ടീത്തിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയും അതോടൊപ്പം ഈ ഒരു ഫൗൾ സ്മെൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത്
ആൻറ്റി ക്യാൻസറസ് ആണ്. ക്യാൻസറിനെതിരെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനമായും പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സ്കിൻ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ തുടങ്ങിയ ഒരുപാട് ക്യാൻസറുകൾക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റിൽ ഇഞ്ചിയുടെ പങ്ക് ചെറുതല്ല. ഒരുപാട് എഫക്റ്റീവാണ് ഈ ഇഞ്ചി. ഇതിന് കാരണം ഈ ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന 6-ജിഞ്ചറോൾ എന്ന് പറഞ്ഞൊരു ആക്റ്റീവ് കോമ്പണൻ്റ് ഉണ്ട്. ഈ ആക്റ്റീവ് കോമ്പണൻ്റ് എന്ത് ചെയ്യും? ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്, ആൻറ്റി ട്യൂമറസ് ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്. ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഇത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഇത് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജുകളിലൊക്കെ പുതിയ ക്യാൻസർ സെൽസ് ഫോം ചെയ്യുന്നത് തടയുകയും ചെയ്യും, അതോടൊപ്പം ആക്റ്റീവായിട്ടുള്ള പഴയ സെല്ലിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. ഇനി ലേറ്റർ സ്റ്റേജുകളിൽ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ള ഒരുപാട് മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ ബോഡിയിലോട്ട്. അപ്പോൾ അതിൻ്റെ ടോക്സിക് എഫക്റ്റിന് ഒരു പരിധി വരെ മാക്സിമം കുറക്കാനും ഈ ഇഞ്ചി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിലായാലും ക്യാൻസർ ഉള്ള ഒരാൾക്ക് ഇഞ്ചി കഴിക്കുന്നത് വളരെ ഗുണപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് ഗുണങ്ങൾ ഇഞ്ചിക്കുണ്ടെന്ന് മനസ്സിലായല്ലോ. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ആ ഇഞ്ചിയുടെ പങ്ക് ഓർക്കും വേണം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജിഞ്ചർ ടീ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ പറയാം. നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ആദ്യം തിളപ്പിക്കുക. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഒന്നുകിൽ വളരെ ചെറുതായി അരിയുക, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കുക, ഇനി അതും അല്ലെങ്കിൽ ചതച്ചിടുക. ഇതിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഹണി, തേനും, ഒരു ഹാഫ് ലെമൺ അല്ലെങ്കിൽ ഒരു 1/4 ലെമണിൻ്റെ ജ്യൂസും ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക. ആ മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇത് കണ്ടിന്യൂസ് ആയി കഴിച്ചു നോക്കി, ഇതൊരു ശീലമാക്കുക. അപ്പോൾ ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഇതുപോലുള്ള വേറെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു.